യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ ജ്യേഷ്ഠന്മാരാൽ കിണറ്റ് ഉപേക്ഷിക്കപ്പെടുന്നുണ്ട്. ആ കിണറ്റിൽ ഉപേക്ഷിക്കപ്പെടുക എന്ന അതിഭീകരമായ ഭയാനകമായ ഒരു രംഗത്തെ തരണം ചെയ്ത അദ്ദേഹം അപ്പോൾ അനുഭവിച്ച പ്രയാസത്തെക്കാളും അദ്ദേഹം ഏറ്റവും വലിയ പ്രയാസം അനുഭവിച്ചത് ഈജിപ്തിൽ അസീസിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ്. വളരെ മനോഹരനായിട്ടുള്ള യൂസുഫ് നബിയെ വശീകരിക്കാൻ വേണ്ടി അവിടുത്തെ ആ അസീസിൻ്റെ ഭാര്യ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ ശ്രമിക്കുന്ന സമ്മർദ്ദങ്ങളിൽ അതിനെ കീഴ്പ്പെടുത്താനും അതിൽ ആ ഒരു തിന്മ ചെയ്യാതെ രക്ഷപ്പെടാനും അദ്ദേഹം എടുത്തിട്ടുള്ള ആ ഒരു അധ്വാനം ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയും അത് ആ കിണറ്റിൽ കടന്നപ്പോൾ സഹിച്ചതിനേക്കാളും അപ്പുറത്താണ്. കാരണം ഇപ്പോൾ ഒരു ദുരന്തത്തിൽ പെടുക എന്ന് പറഞ്ഞാൽ കിണറ്റിൽ വീഴുക എന്ന് പറഞ്ഞാൽ അത് സഹിച്ചേ പറ്റൂ അല്ലേ. ഇപ്പോൾ ഒരു രോഗം പോലെ ഒരു രോഗം നമുക്ക് വന്നു, ആ രോഗം നമ്മൾ സഹിക്കണമല്ലോ. അതൊരു നിർബന്ധിതമായ സഹനമാണ്, ക്ഷമയാണ്. എന്നാൽ ഒരു തിന്മയിലേക്ക് നമ്മുടെ മനസ്സ് നമ്മളെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനെ തടുത്തു നിർത്തുവാനുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരു അധ്വാനമാണ്. അത് നമ്മൾ സാധ്യമാക്കി എടുക്കേണ്ട ഒരു കാര്യമാണ്. വലിയ സമ്മർദ്ദങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാം അവരുടെ വീട്ടിൽ താമസിക്കുന്ന ഒരടിമയാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഒരു യജമാനത്തിയോട് നോ പറയാനുള്ള പരിമിതികളുണ്ട്. അവരുടെ ചിലവിൽ അവിടെ താമസിക്കുന്ന ആളാണ്. പിന്നെ ആ സ്ത്രീയും അത്യാവശ്യം സൗന്ദര്യമുള്ളൊരു സ്ത്രീയാണ്, ഒരു പുരുഷനാണല്ലോ യൂസുഫ് നബി അലൈഹി സ്വലാം. ആ ഒരു വികാര വിചാരങ്ങളെ അതിജീവിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഒരു വാതിലടച്ച് ഉള്ളിലാക്കി രഹസ്യമാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിക്കുന്നത്. അതും കൂടുതൽ അദ്ദേഹത്തെ സ്വാധീനിക്കപ്പെടുന്നൊരു കാര്യമാണ്. പിന്നെ തൻ്റെ നാട്ടിലല്ല, ഒരു അന്യനാട്ടിലാണ്. അതും തിന്മകൾക്ക് മറ്റാരും അറിയില്ല എന്നുള്ള നിലക്ക് തിന്മകൾക്കുള്ള അവസരമാണ്. ഈ പിന്നെ മാത്രമല്ല വിവാഹിതനാവാത്ത ഒരാളാണ്. ഈ എല്ലാ കാരണങ്ങളും വെച്ച് എത്രമാത്രം സമ്മർദ്ദം ഒരു തിന്മയ്ക്കുണ്ട്. പക്ഷേ ആ തിന്മയെ അതിജീവിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാനസികമായ ശക്തി എന്ന് പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് പിന്നെയും നമുക്ക് കാണാൻ പറ്റും, ഈ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത നാട്ടിൽ വന്നപ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കാണണം, ഇത്രയും മനോഹരമായ ഒരാളുണ്ടെങ്കിൽ അയാളൊന്ന് കാണണമല്ലോ എന്നുള്ളത് അവിടുത്തെ സ്ത്രീകൾക്ക് ആഗ്രഹം ഉണ്ടായതാണ്. അവരുപയോഗിച്ച തന്ത്രമാണെന്ത്? ഈ ആരോപണങ്ങളെ അവർ ശക്തമായി പ്രചരിപ്പിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തു ചെയ്യും? യൂസുഫിനെ അവർക്ക് കാണിച്ചു കൊടുക്കും. ഈ യൂസുഫിനെ നിങ്ങളാണെങ്കിൽ എൻ്റെ അതേ അവസ്ഥയായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. ഇത്രയും സുന്ദരനായ ഒരു യൂസുഫിനെ കണ്ടാൽ ഞാൻ ചെയ്ത പോലെ നിങ്ങളും ചെയ്യും എന്ന് അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ യൂസുഫിനെ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അവർക്ക് യൂസുഫിനെ കാണാൻ അവസരം കിട്ടും. യൂസുഫിനെ കണ്ടു. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവർ കണ്ടപ്പോൾ എന്താ ഉണ്ടായത് അറിയോ? പിന്നെ ആ സമയത്ത് പിന്നെ ഹാഷലില്ല മഹാദ, ഇതൊരു വല്ല സുബ്ഹാനല്ലാ, ഇതെന്താണ്, ഒരു മനുഷ്യനല്ലല്ലോ, മലക്കാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ യൂസുഫ് നബിൻ്റെ സൗന്ദര്യത്തിൽ അവർ പരിഭ്രാന്തരായി. എന്നിട്ട് അവരുടെ കൈകൾ മുറിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം യൂസുഫ് നബി അലൈഹി സ്വലാം നിരപരാധിയാണെന്നും ഞാനാണത് ചെയ്തതെന്നും ഒക്കെ ആ സ്ത്രീ തുറന്ന് സമ്മതിക്കുന്നുണ്ട്. പിന്നീട് സംഭവിച്ചതാണ്, അതായത് നമ്മൾ ആ ഖുർആൻ്റെ വായനയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ, ഈ കണ്ടുപോയ സ്ത്രീകൾ പിന്നെ ഈ ഒരു യജമാനത്തിക്ക് വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി വളരെ വലിയ സമ്മർദ്ദങ്ങൾ യൂസുഫ് നബി അലൈഹി സ്വലാമിൽ ചെലുത്തി എന്നാണ് പറയുന്നത്. ഭയങ്കര സമ്മർദ്ദങ്ങൾ. ആ സമ്മർദ്ദങ്ങളെ അതിജീവിക്കുന്നതിലുള്ള പ്രതിസന്ധിയിലാണ് അദ്ദേഹം പറഞ്ഞത്, കാർ റബ്ബി സിജ്നു അഹബ്ബു ഇലയ്യ മിമ്മാ യദ്ഉനി ഇലൈഹി, റബ്ബേ എനിക്ക് ജയിലാണ് ഏറ്റവും ഇഷ്ടമെന്ന്. കാരണം ഈ പ്രതിസന്ധികളിൽ, ഈ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ, എൻ്റെ ദേഹേച്ഛയോടുള്ള സമരം, അതിനേക്കാളും എനിക്ക് എളുപ്പം ജയിലിലെ പീഡനങ്ങളും പ്രയാസങ്ങളുമാണെന്ന് പറയുമ്പോൾ എത്ര ശ്രമകരമാണ് ഒരു തിന്മയ്ക്കെതിരെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ.